ചുവപ്പ് നരച്ചാൽ കാവിയാകും എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ആ ചുവപ്പ് നരച്ച് നരച്ച് കാവിയായി മാറിയിരിക്കുന്നു. എം.വി. ഗോവിന്ദൻ തുറന്നുവിട്ടുള്ളത് ഒരു പണ്ടോരാസ് ബോക്സ് ആണ്, പണ്ടോരയുടെ പേടകമാണ്. ആ പേടകത്തിൽ CPM RSS ബാന്ധവത്തിന്റെ ഒരുപാട് ചീഞ്ഞളിഞ്ഞ തെളിവുകൾ പുറത്തു വരാനുണ്ട്, ഇനിയും വരാനുണ്ട്. ഇതെല്ലാം പുറത്തു വരട്ടെ, ചർച്ച ചെയ്യട്ടെ. എന്തായാലും ഇക്കാര്യത്തിൽ നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിക്ക് ചന്ദ്രനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചൈനയിലെ വൻമതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ പി സുന്ദരയ്യ എഴുതിയിട്ടുള്ള രാജിക്കത്ത് അദ്ദേഹം കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. ഇപ്പൊ ഈ ജനതാ പാർട്ടിയുമായിട്ടായിരുന്നു സഹകരണം, ജനസംഘവുമായിട്ടല്ല എന്ന് പറയുന്നു. ജനതാ പാർട്ടി ആണെങ്കിലും ഈ അന്ന് ജനതാ പാർട്ടിക്ക് മേലെ RSSന്റെ സ്വാധീനം ഉണ്ടായിരുന്നില്ലേ? അല്ല, തീർച്ചയായിട്ടും ഈ അടിയന്തരാവസ്ഥാ വിരുദ്ധ പ്രക്ഷോഭവും അതിന് തുടർന്നിട്ടുണ്ടായിട്ടുള്ള ജനതാ പാർട്ടിയുടെ രൂപീകരണത്തിനൊക്കെ പുറകിൽ ചാലക ശക്തിയായിരുന്നത് RSS ആയിരുന്നു. ജയപ്രകാശ് നാരായണനും RSSുമാണ് ജനതാ പാർട്ടിയുടെ രൂപീകരണത്തിന് പുറകിലുണ്ടായിരുന്നത്. RSS നേരിട്ട് ഇറങ്ങി പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് 77-ലേത്. അന്ന് CPM നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കേരളത്തിൽ RSSന്റെ പ്രസിദ്ധീകരണമായിരുന്ന കുരുക്ഷേത്ര കാത്തിരുന്ന കാലത്തെക്കുറിച്ച് CPM നേതാക്കന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, വാർത്തകൾ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ ഇതൊന്നും പുതിയ സംഭവമല്ല. ഞാൻ പറഞ്ഞു 67-ലും ഒരു സഖ്യം ഉണ്ടായിരുന്നു. ഈ RSSുമായിട്ട് അല്ല ബന്ധമുണ്ടാക്കിയത് എന്ന് സ്വരാജ് പറയുമ്പോ എങ്കിൽ പി സുന്ദരയ്യ എന്തിന് രാജിവെച്ചു എന്ന് പറയണം. പോളിറ്റ് ബ്യൂറോയിൽ നിന്നാണ് രാജിവെച്ചത് എന്നിന്റെ കൃത്യമായി അദ്ദേഹം എണ്ണം ഇട്ട് പറയുന്നുണ്ട്. RSSുമായി ബന്ധമുണ്ടാക്കാൻ പാർട്ടി തീരുമാനിച്ചതിന്റെ പേരിൽ ഞാൻ രാജിവെക്കുന്നു എന്നാണ് അദ്ദേഹം രാജിക്കത്തിൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് RSSുമായി ബന്ധമുണ്ടാക്കിയിട്ടില്ല എന്ന ന്യായീകരണം നിലനിൽക്കുന്നതല്ല. ഇത് മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. CPM എല്ലാ കാലത്തും RSSുമായിട്ട് ഈ അന്തർധാര സൂക്ഷിക്കുന്നു എന്നുള്ളത് സംസ്ഥാനത്തെയും രാജ്യത്തെയും മതന്യൂനപക്ഷങ്ങളുടെ ഭാവിക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ്. അപ്പോൾ RSSന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ CPM ശ്രമിക്കുന്നത് അപകടകരമാണ്. RSSനെ ഈ രാജ്യത്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പിന്തുണയും അവരുടെ കോൺഗ്രസ് വിരുദ്ധ സമീപനവുമാണ് എന്നുള്ള കാര്യത്തിൽ അതിന് ചരിത്രം സാക്ഷിയാണ്. പിണറായി വിജയൻ തന്നെ KG മാരുടെ ഇലക്ഷൻ ചീഫ് ഏജന്റായി പ്രവർത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് MT രമേശിന്റെ ഒരു ബൈറ്റൊക്കെ നേരത്തെ പോയിരുന്നു. ആ കാലത്തും ഇത്ര സജീവമായിട്ട് ഈ പ്രധാന നേതാക്കൾ തമ്മിൽ തന്നെ ഈ കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിരുന്നല്ലേ? അല്ല, അന്ന് ഇപ്പം 77-ല് പാലക്കാട് ഗൗഡർ തിയേറ്ററിൽ നടന്നിട്ടുള്ള T ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് LK അഡ്വാനിയാണ്. അപ്പോ അന്ന് ജനതാ പാർട്ടി രൂപീകരിച്ചിട്ടില്ല, രൂപീകരിക്കുന്നേ ഉള്ളൂ. അതിന് തൊട്ടു മുമ്പാണ് ജനസംഘത്തിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് LK അദ്വാനി വന്ന് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ പാലക്കാട് ശിവദാസ മേനോനെ പോലൊരു നേതാവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അദ്വാനി വരണമെങ്കിൽ RSSന് CPM അന്ന് കൊടുത്ത പ്രാധാന്യം എന്താണെന്ന് അതൊന്ന് മനസ്സിലാക്കാവുന്നതാണല്ലോ. അക്കാലത്ത് തന്നെ വളരെ രൂഢമൂലമായ ബന്ധം ഉണ്ടായിരുന്നു രണ്ടുപേരും തമ്മിൽ. ഇവരുടെ രണ്ട് കൂട്ടരുടെയും ബേസിക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, രണ്ട് കൂട്ടരുടെയും DNA എന്ന് പറയുന്നത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയമാണ്. അവരെല്ലാ കാലത്തും കോൺഗ്രസ് വിരുദ്ധ, കോൺഗ്രസിനെ തകർക്കുക, എന്നാൽ മാത്രമേ തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന് രാജ്യത്ത് വിജയിക്കാൻ സാധിക്കൂ എന്ന തിരിച്ചറിവിൽ നിന്ന് അവർ യോജിച്ച് പ്രവർത്തിക്കുകയാണ് എല്ലാ കാലത്തും. അതുകൊണ്ട് തന്നെ RSS ചില കാര്യങ്ങൾ പരസ്യമായി പറയുന്നത് CPM രഹസ്യമായി ചെയ്യുന്നു എന്നേ ഉള്ളൂ. രണ്ടു കൂട്ടരും ഒരേ നിലപാടാണ്, ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ്.